ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നാം തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ഇടിച്ചക്കയുടെ വലിപ്പമായി എന്ന് നമുക്ക് കരുതാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പോർഷനാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. മാത്രമല്ല ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുകയും വേണം. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. പിന്നെ ഇത് തൊലിയൊക്കെ കളയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം കട്ടിയുള്ളത് കൊണ്ട് കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തിയെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ എങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ വേഗം കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഇതിനെ 2 പോർഷനായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അടിയിലൊരു പേപ്പർ വെച്ചോളൂ, കാരണം ഇടിച്ചക്കയ്ക്ക് നന്നായിട്ട് തന്നെ വിളഞ്ഞി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 2 പോർഷനായിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് കത്തിക്ക് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള കത്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാം. സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള നൈഫ് വേണം, എന്നാലേ ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതാ ഇതുപോലെ ഇതിനെ നമുക്കൊന്ന്, അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ കൊത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ആ ഒരു പീസ് ചക്ക മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ നമുക്കിതിനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമുക്ക് ഭയങ്കര ഇതിൻ്റെ ഹാർഡ്നെസ് കുറച്ചൊരു കുറഞ്ഞതായിട്ട് തോന്നും, കാരണം വലിയ പീസല്ലല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വെട്ടി വെച്ച എല്ലാ പീസസിനെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ എല്ലാ ചക്കയുടെയും തൊലി കളഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം, തൊലിയെ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കണ്ട എല്ലാ പീസസും നമ്മൾ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂന് ഭാഗം ഉണ്ടാവും, ഇതുപോലത്തെ ഈ നടുക്കുള്ള സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് വളരെ ഒരു ഉള്ളിലെ പോർഷനായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഇത് കുറച്ച് സ്മൂത്ത് ഇങ്ങനെ ഒരു ഹാർഡായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി വളരെ മൂക്കാത്ത ചക്കയാണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം കറക്റ്റ് പരുവായതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. റെസിപ്പീസ്
ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഈ ഇടിച്ചക്ക വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറിയൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള തോരൻ തന്നെയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, നമ്മൾ കയ്യിലൊക്കെ നന്നായിട്ട് എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണയാണ് നല്ലത്, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വിളഞ്ഞ് ഒരിക്കലും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഈ വിളഞ്ഞ് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് കൂടുതൽ കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വിളഞ്ഞൊന്നും നമുക്ക് ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി നമുക്കിതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുറിച്ച് വെച്ച ചക്കയുടെ പീസസൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ബാക്കി പോരാത്തതുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി ആക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ ചക്കയ്ക്ക് അധികം വേവ് ഉണ്ടാവാത്ത ചക്കയായിരിക്കും. കാരണം അത് നല്ല സോഫ്റ്റാണ്. മുറിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. കാരണം നമ്മളിട്ട മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും പിടിക്കാനായിട്ട്. അപ്പോൾ വെറും 1/4 ഗ്ലാസ്, ഇതിന് 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മാത്രം മതി. ഓവർ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉപ്പേരി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒറ്റ വിസിൽ മാത്രം. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളെ കുക്കർ അടിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി ഒരു 10-12 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ. ഏകദേശം ഒരു അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് കൂടുക കേട്ടോ ചെയ്യുക. അപ്പോൾ ചെറിയ ഉള്ളി ഇനിയും കൂടുതൽ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു അളവിൽ എന്തായാലും ചേർക്കണം. ഇത് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് വളരെ ഒരിക്കലും അരിഞ്ഞു പോവരുത്. അരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഉപ്പേരിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. കാരണം അലിഞ്ഞു പോകും എല്ലാം കൂടെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും ചതഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അരഞ്ഞു പോകരുത് ഒരിക്കലും. അരഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചെറിയുള്ളി ആഡ് ചെയ്ത് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ചക്കയുടെ ആ ഫ്ലേവർ നമുക്ക് കുറച്ച് വ്യത്യാസം വരും. നമുക്ക് കൂടുതൽ ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത് ചക്കയുടെ ഫ്ലേവറാണ്. അപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും. ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അഥവാ തേങ്ങ വേണ്ടാന്നുള്ള ആൾക്കാരാണെങ്കിൽ ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ ചക്കയിലേക്ക് മിക്സ് ചെയ്തിട്ട് വറവിട്ടാൽ മാത്രം മതി. അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ അത് നമ്മൾ കുക്കറൊക്കെ തുറന്ന് നമ്മളെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതാ കറക്റ്റ് പാവും. പക്ഷേ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോകരുത്. കുറച്ചൊരു ഹാർഡായിട്ടിരിക്കണം. അതാ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവാണ്. ഇത് ഇത്രയും കുക്കാവാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ചൂടോടെ നമ്മൾ ഇതിനെ ക്രഷ് ചെയ്താലോ അല്ല മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാലോ അതങ്ങോട്ട് വേസ്റ്റായി പോകും. അപ്പോൾ അതും കൂടെ നോക്കണം. ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കുക്കറിൽ നമുക്ക് കുറച്ച് വെള്ളം അടിയിലുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം.
ഇപ്പോൾ തന്നെ ഞാൻ ഈ വെള്ളം ഊറ്റി വെച്ചപ്പോൾ എനിക്ക് ബാക്കി ഇത്ര വെള്ളം, നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്, അതിൽ ബാക്കി ഇത്ര വെള്ളം വന്നിട്ടുണ്ട്. ഇത് കളയരുത് കേട്ടോ ഒരിക്കലും, കാരണം ഇതിൻ്റെ മുഴുവൻ എസൻസും ഈ ചക്കൻ്റെ നല്ല ഫ്ലേവർ മുഴുവൻ ഈ വെള്ളത്തിലായിരിക്കും. അപ്പോൾ ഇത് കളയരുത്. നമ്മളത് വറവിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോയിക്കോളും. അപ്പോൾ ഈ ചക്ക ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മളെ ചക്കയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലിട്ടിട്ട് നമ്മൾ അമ്മിക്കുട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെറിയൊരു കല്ല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. ഇനി ഇതിൽ അമ്മിയിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലേറ്റിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വേഗം തന്നെ അമർന്ന് കിട്ടും. മാത്രമല്ല ഇത് ജസ്റ്റ് ഫെദർ ടച്ച് മാത്രം മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോകും. അതും കൂടെ നോക്കണം. ഇതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നൂലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങൾ കണ്ടോ നമ്മളെ ചക്ക എത്ര പെട്ടെന്ന് നമ്മളിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തത്. കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്. നല്ല നൂല് മാറി ഇരിക്കുന്നുണ്ട് അല്ലേ, ഒട്ടും തന്നെ അലിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറവിട്ടൊക്കെ ഒന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ തന്നെ വെച്ച് ചെയ്യുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആക്കിയിട്ട് മാറ്റാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും. ഏകദേശം 1 ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം നമുക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഒഴിച്ചപ്പോഴുള്ള പോക കേട്ടോ, ഇത് വറ്റിക്കൊള്ളുന്നു. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ചീഞ്ചട്ടി കുറച്ച് ചൂട് അധികമായി പോയപ്പോൾ നന്നായിട്ട് വന്നുപോയി. പ്രശ്നം കേട്ടോ, ഈ കുറച്ച് ഇട്ടാൽ മതി. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഈ സമയത്ത് നമ്മളെ ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. ഇനി ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്കിതിനെ ഇറക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ തേങ്ങയൊന്നും ഇടാണ്ട് ചെയ്തെടുക്കാം. ഇതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചതച്ചിട്ടതാണ് കാണിച്ചു തരുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. കുറച്ച് തേങ്ങ പത്തുള്ളത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ ഒന്നും വീട്ടിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഇട്ടോളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലാണ്ട് തന്നെ. പക്ഷെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വേറൊരു ടേസ്റ്റ് ആവും. നമ്മൾ ഉപ്പേരി എന്ന് പറയുമ്പോൾ തേങ്ങ ഇടും. പൊതുവെ മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ തേങ്ങ യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിട്ട മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കറക്റ്റാണ്. കണ്ടോ, ഈ ഒരു ഇത്രയും മാത്രമേ കളറൊക്കെ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഉപ്പേരി തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില തീർന്നു പോയി. അപ്പോൾ ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടാലാട്ടോ കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ട് തന്നെ ഇപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ട്രൈ ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.